ഇത് നിങ്ങളാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ സ്വീറ്റ് പാർട്ട്ണർ. നിങ്ങൾക്കിവിടെ ഈ സിറ്റുവേഷനിൽ ഇൻഡിവിജ്വൽ സ്പേസാണ് ആവശ്യം. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ ഇമോഷണൽ സപ്പോർട്ട്. ഇവിടെ 2 പേർക്കും 2 ഡിഫറെൻറ്റ് ഇമോഷണൽ നീഡ്സാണ് ഉള്ളത്. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണർ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഡിസ്റ്റൻസ് ഇട്ട് പോകും. കണ്ടോ? നിങ്ങളുടെ പാർട്ട്ണർ എത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിലും നിങ്ങൾ അത്രയും സ്പീഡിൽ തന്നെ എനിക്ക് കുറച്ച് സമാധാനം തരൂ എന്ന് കരുതി പോകും. നോക്കാം. കണ്ടോ? ഇനി നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ പിടിച്ചു നിർത്താൻ നോക്കിയാലും നിങ്ങൾ അവരെ ഇഗ്നോർ ചെയ്ത് പോവും. ഡിസ്റ്റൻസ് ഇട്ട് പോവും. കാരണം 2 പേർക്കും ഡിഫറൻസസ് ഇൻ ഇമോഷണൽ നീഡ്സ് ആയതുകൊണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഡിഫറൻസസ് മനസ്സിലാക്കി നിങ്ങൾ ഇമോഷണൽ ഇൻ്റലിജൻ്റ് ആയി നിങ്ങൾ നിങ്ങളുടെ നീഡ്സ് മാറ്റി വെച്ച് പാർട്ട്ണർക്ക് വേണ്ടി ഫുള്ളി അവൈലബിൾ ആവാണ്. ഇനി നമുക്ക് എന്തുണ്ടാവും നോക്കി നോക്കാം. ഇനി നിങ്ങളെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഇമോഷണലി അവൈലബിൾ ആയതുകൊണ്ട് നിങ്ങൾ ഒന്നിക്കുന്നു അവിടെ. ഇനി നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെടുത്ത എഫേർട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡബിൾ സ്ട്രോങ് ആയി. ഇപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇൻഡിവിജ്വൽ സ്പേസ് വേണം. സോ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി പാർട്ട്ണറിൻ്റെ ആവശ്യം, അതായത് ഇമോഷണൽ സപ്പോർട്ട് വേണമെന്നുള്ള ആവശ്യം പാർട്ട്ണർ മാറ്റി വയ്ക്കുകയാണ്. നിങ്ങൾ ഇമോഷണലി അവൈലബിൾ അല്ലാത്ത ടൈമിൽ അവർ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് വിത്ത് സെൽഫ് കെയർ. ആൻഡ് വൺസ് യു നോ ലോങ്ങർ നീഡ് ദ സ്പേസ്, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് മിങ്കിൾ ചെയ്യാൻ പോവുകയാണ്. ഈ ടൈമിൽ നിങ്ങൾക്ക് സ്പേസ് തന്നതിന് നിങ്ങൾ പാർട്ട്ണറെ താങ്ക്ഫുൾ ആവുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം യുവർ പാർട്ട്ണർ ഈസ് ലെറ്റിംഗ് യു നോ ഹൗ മച്ച് യു ഹാവ് ബീൻ മിസ്ഡ് എന്ന്. ആൻഡ് അഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡബിൾ സ്ട്രോങ് ആവുകയാണ്. ഇമോഷണൽ ഇൻ്റലിജൻസും ഇമോഷണൽ ഇൻഡിപെൻഡൻസും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണറെയും ബ്യൂട്ടിഫുൾ ആയിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോടുള്ള ഇഷ്ടം തന്നെ ഒരു ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ പാർട്ട്ണറുടെ പ്രോബ്ലം സ്വന്തം പ്രോബ്ലമായി കണ്ട് ഒരു ടീമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ബോത്ത് ക്യാൻ ബി ഡിപ്പെൻഡബിൾ ഓൺ ഈച്ച് അതർ. അറ്റ് ദ ഹാർട്ട് ഓഫ് ഇറ്റ് ഓൾ, ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ പാർട്ട്ണർ is what creates strong, supportive and fulfilling relationships.